Hi, good morning friends. I am Shyam, lecturer in Mathematics, Majlis Polytechnic College. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിലെ പ്രോബ്ലവുമായിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വരുന്ന സെഗ്മെന്റിലൂടെ കാണാം. അടുത്തതായി നമ്മൾ ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് അല്ലെങ്കിൽ ബൈനോമിയൽ സീരീസ് ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രോബ്ലം എക്സ്പാൻഡ് ചെയ്യാം എന്ന പ്രോബ്ലത്തിലേക്കാണ് വരുന്നത്. അതായത് എക്സ്പാൻഡ് ബൈനോമിയലി എക്സ് പ്ലസ് 1/x⁴ എന്ന പ്രോബ്ലം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു ഫോർമുല കൃത്യമായി പഠിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഫോർമുല x+a⁴n. അതായത് നമ്മൾ ഈ ഫോർമുല തന്നെ എടുക്കാൻ കാരണം ഇവിടെ നടുക്കിൽ പ്ലസ് ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ മൈനസ് ആവുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ പ്രോബ്ലം അവസാനം ഞാനൊന്ന് സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ആ ടൈപ്പിലുള്ള പ്രോബ്ലംസും ചെയ്ത് ശീലിക്കുക. അപ്പോൾ x+a⁴n എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? x⁴n പ്ലസ് nc1 x⁻n−1 a⁴1 പ്ലസ് nc2 x⁻n−2 a² പ്ലസ് എക്സെട്ര ncn x⁻n−n a⁻n. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ ടേം എന്താണോ അതിൻ്റെ n, രണ്ടാമത്തെ ടേം എഴുതുമ്പോൾ nc1. അപ്പോൾ എക്സിൻ്റെ പവർ 1 കുറയുന്നു. എക്സിൻ്റെ പവർ 1 കുറയുമ്പോൾ എയുടെ പവർ എന്താവുന്നു? 1 കൂടുന്നു. പ്ലസ് nc2, ഇവിടെ നമ്പർ 2 ആയി മാറുന്നു 1 കഴിഞ്ഞാൽ. അപ്പോൾ വീണ്ടും എക്സിൻ്റെ പവർ 2 കുറയുന്നു. അപ്പോൾ എയുടെ പവർ 2 കൂടുന്നു. പ്ലസ് അടുത്ത ടൈം എന്തായിരിക്കും? nc3 എന്നായിരിക്കും. അപ്പോൾ എക്സിൻ്റെ പവർ 3 കുറയും. x⁻n−3, എയുടെ പവർ 3 കൂടും. അപ്പോൾ a³ എന്നാവും. പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഇതാണ് ഫോർമുല ഈ രീതിയിലാണ് ഓർത്ത് പഠിക്കേണ്ടത്. ഇത് വളരെ എളുപ്പമുള്ള ഫോർമുല, ലെങ്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പോൾ നമ്മൾ പ്രോബ്ലം എടുത്തു x+1/x⁴ ഈക്വൽ ടു, അപ്പോൾ നമ്മൾ പ്രോബ്ലം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ്, എയുടെ സ്ഥാനത്ത് 1/x ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് 4 ആണ്. അതാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതിനുശേഷം ഈ ഫോർമുലയിൽ വേണ്ട കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ എന്തായി മാറും? x⁴ പ്ലസ് 4c1 x⁻⁻1 1/x⁴1 പ്ലസ് 4c2 x⁻⁴ 1/x² പ്ലസ് 4c3 x⁻⁻3 1/x³ പ്ലസ് 4c4 x⁻⁴ 1/x⁴. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അതെങ്ങനെയാണ് നമുക്ക് ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് മനസ്സിലായത്? ഈ ഒരു ഫോർമുല നോക്കുക. നമ്മൾ n-ൻ്റെയും r-ൻ്റെയും സ്ഥലത്തുള്ള വാല്യൂ തുല്യമായി വരുമ്പോഴാണ് പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ തുല്യമായി വന്നു, രണ്ടും 4 ആയി മാറി. അപ്പോഴാണ് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു പ്രോബ്ലത്തിലും അതാണ് നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ x⁴ പ്ലസ് 4c1 x³ 4 - 1 എന്ന് പറഞ്ഞാൽ x³ 1/x-ൻ്റെ പവർ 1 ആണ്, അതുകൊണ്ട് 1/x പ്ലസ് 4c2 x² 1/x², 1ൻ്റെ സ്ക്വയർ 1 തന്നെ ആയിരിക്കും, എക്സിൻ്റെ സ്ക്വയർ x² പ്ലസ് 4c3 x⁻1 4 - 3 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. 1³ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, ഡിവൈഡഡ് ബൈ x³ പ്ലസ് 4c4 x⁻0 1/x⁴. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ x⁴ പ്ലസ് 4c1 എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാവുന്നത്. എങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. NCR എന്നുള്ള ഒരു സ്വിച്ച് കാൽക്കുലേറ്ററിൽ ഉണ്ടാവും, അത് ഉപയോഗിച്ചിട്ടാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം 4c1 എന്ന് പറഞ്ഞാൽ 4x³ അത് x³ എന്നുള്ളത് ഇവിടെ ഒരു x ഉണ്ട്, 1/x ഉണ്ട്, അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് x² എന്നായി മാറി, 4x² എന്ന് കിട്ടി. പ്ലസ് 4c2 എന്ന് പറഞ്ഞാൽ 6, ഇവിടെ x² ക്യാൻസൽ ചെയ്ത് പോയി. പ്ലസ് 4c3 എന്ന് പറഞ്ഞാൽ അഗെയിൻ 4, ഇനി ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു x³ ഉണ്ട്, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/x² പ്ലസ് 4c4, ഇവിടെ രണ്ട് എക്സിൻ്റെയും ആറിൻ്റെയും വാല്യൂ തുല്യമായ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും, ഇൻറ്റു ഏതൊരു സംഖ്യേൻ്റെ പവർ 0 വന്നു കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും, ഇൻറ്റു 1/x⁴. അതായത് x⁴ പ്ലസ് 4x² പ്ലസ് 6 പ്ലസ് 4/x² പ്ലസ് 1/x⁴. ഈ പ്രോബ്ലത്തിൻ്റെ അവസാനം നടുക്കിൽ x-a⁴n വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോർമുലയിൽ മാറ്റം വരിക എന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു.
വളരെ എളുപ്പമാണ്. ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം എക്സ് റേസ് ടു എൻ തന്നെയായിരിക്കും, ഒരു മാറ്റവും അത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ചിഹ്നം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ ടേം മൈനസ് ആയി മാറും. ടേമിൽ ഒരു മാറ്റവും വരുന്നില്ല, അതേപോലെ തന്നെയാണ് nc1 എക്സ് റേസ് ടു എൻ മൈനസ് 1 എ റേസ് ടു 1. ഇനി അടുത്ത ടേം വീണ്ടും പോസിറ്റീവായി മാറും, nc2 എക്സ് റേസ് ടു എൻ മൈനസ് 2 എ റേസ് ടു 2. എഗെയിൻ അടുത്ത ടേം എന്താവും, മൈനസ് ആയി മാറും, nc3 എക്സ് റേസ് ടു എൻ മൈനസ് 3 എ ക്യൂബ് എന്നായി മാറി. അടുത്ത ടേം പ്ലസ് ആയി മാറും. പിന്നെ അതിൻ്റെ അടുത്ത ടേം എന്തായി മാറും, മൈനസ് ആയി മാറും. ഇത്രയേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇത് എവിടെ തന്നെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ആറിൻ്റെയും എന്നിൻ്റെയും വാല്യൂ തുല്യമായി വരുന്നത് എപ്പോഴാണോ അവിടെ വെച്ചിട്ടാണ് പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതായത് ഒന്നിടവിട്ടുള്ള ടേമുകൾ നെഗറ്റീവ് ആയിരിക്കും വരിക എന്നുള്ളതേ വ്യത്യാസമുള്ളൂ ഫോർമുലയിൽ. ആദ്യം പോസിറ്റീവ്, രണ്ടാമത് നെഗറ്റീവ്, വീണ്ടും പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്. ആ രീതിയിലാണ് എക്സ് മൈനസ് എ ഓൾ റേസ് ടു എൻ എന്നതിൻ്റെ ബൈനോമിയൽ സീരീസ് എക്സ്പാൻഷൻ ഫോർമുല എഴുതി പോവുക.